നോർമൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഏനൽ ഫിഷസ്. അതായത് മലദ്വാരത്തിൽ വിള്ളൽ വന്നിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പെയിന്, നന്നായിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, ബ്ലീഡിങ് ഇല്ലാതെയും ഇരിക്കാം. അതുപോലെ ഇരിക്കുമ്പോഴൊക്കെ പെയിനോ അല്ലെങ്കിൽ ഡിസ്കംഫർട്ടോ ഫീൽ ചെയ്യുക. ഓൾറെഡി ആ ഒരു എപ്പിസിയോട്ടമിയുടെ സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് ചിലരൊക്കെ വിചാരിക്കും അത് സ്റ്റിച്ചിൻ്റെ പെയിനാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയ കാണാൻ പറ്റാത്തൊരു ഏരിയ ആയതുകൊണ്ട് സ്റ്റിച്ചിൻ്റെ പെയിനാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പെയിനാണോ നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. ആ പെയിൻ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പൊതുവേ നമുക്ക് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാവുന്ന കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഒന്ന്, ഡെലിവറി കഴിഞ്ഞ് 2 ആഴ്ചയുടെ ഉള്ളിലാണ് കൂടുതൽ ഈ ഫിഷസും കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ 2 ആഴ്ചത്തേക്ക് ഭക്ഷണ കാര്യങ്ങളിൽ നല്ല നിയന്ത്രണം വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റൂൾ ഹാർഡാക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുട്ട, മത്സ്യം, മാംസം, ഇത്തരം കാര്യം നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ 2 ആഴ്ചത്തേക്ക് ഒഴിവാക്കുക. പിന്നെ അതുപോലെ ബേക്കറി ഐറ്റംസും മൈദ കാര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഫിഷസ് ഉള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൂണ്ടൊക്കെ പെട്ടെന്ന് ഹീൽ ആവാനുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും.